ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ്. ഈ യാത്ര പോകുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, എൻ്റെ ഉപ്പയും ഉമ്മയും അനിയറ്റും എല്ലാവരും ഉണ്ട്. ഈ ഞങ്ങൾ വലിയ ട്രിപ്പും കാര്യമൊന്നുമല്ല, ഞങ്ങൾ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിലേക്കാണ് പോകുന്നത്. ഇപ്പം ഞാൻ അതിൽ പറയുമ്പോൾ എൻ്റെ വോയിസ് തന്നെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ച് എല്ലാവർക്കും പ്രശ്നമാവുന്നുണ്ട്. സോ അങ്ങനെ ചില മൂക്കടപ്പും ജലദോഷമൊക്കെ ആയിട്ട് ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ടൈമിലാണ് ഉമ്മക്ക് പനി വന്നത്. സോ അത് ബേസ് ചെയ്ത് പിന്നെ തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇപ്പം വീട്ടിലെ എല്ലാവർക്കും പനിയാണ്. സോ നമ്മൾ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിലേക്ക് കാണിക്കാൻ പോവാണ്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ചുകൂടി ഉള്ളോട്ടേക്കാണ് ഈ ഹെൽത്ത് സെൻ്റർ വരുന്നത്. സോ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് വയലും കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന അങ്ങനത്തെ സ്ഥലങ്ങളും കുളങ്ങളും അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പാണ്. ആയിരുന്നു കാണിക്കാൻ പോയത്. സോ അവിടെ അപ്പം തന്നെ ഉപ്പയും അനിയത്തിമാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ കാണിച്ചു കഴിഞ്ഞ് അവർ മരുന്ന് മേടിക്കുക. പിന്നെ അവിടെ ഇപ്പം എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഹെൽത്ത് കെയറിൻ്റെ ഭാഗമായിട്ട് വർക്കൗട്ട് മെഷീൻസും, അതായത് ജിമ്മിൽ കാണുന്ന അങ്ങനത്തെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഹെൽത്ത് സെൻ്ററിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഓരോ അവിടേക്ക് ബേബിനൊക്കെ ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. സോ നമ്മൾ അവിടെ എത്തിയപ്പോൾ വലിയ ക്യൂ കാര്യങ്ങളൊന്നുമില്ല. കാരണം 5 o'clock വരെയാണ് അവിടെ ഒരു OP ടിക്കറ്റിൻ്റെ ടൈം വരുന്നത്. പിന്നെ അതുവരെ നമുക്ക് മെഡിസിൻ അലൗഡ് ആണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ. ഒരു കൂടെയും കുഞ്ഞിപ്പെങ്ങളും പറഞ്ഞാൽ ഉപ്പൻ്റെ വണ്ടിയിൽ ഓരോ ട്രിപ്പ് അടിച്ചിട്ടാണ് അനിയത്തിമാരും ഉമ്മയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായത്. ഹെൽത്ത് സെൻ്ററിലേക്ക് പോണ വഴി ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങൾ കോഴിക്കോടൻകുന്ന് എന്ന് പറയും. ഈ ഒരു സംഭവം കയറി ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഹെൽത്ത് സെൻ്ററിലേക്ക് പോകുന്നത്. സോ ആ വഴി ഭയങ്കര രസമാണ്. കുറേ പാടങ്ങളും, ആദ്യം നമ്മൾ ഈ കോഴിക്കോടൻ കുന്നുണ്ട്. സോ അവിടെ ഒരു നിരപ്പായ ഒരു കുന്നുപ്രദേശം മാതിരി ഉണ്ടാവും. അതിന് ശേഷം ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വയലും പറമ്പും ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതും മറ്റേ പോത്തിനെ കെട്ടിയിട്ടുണ്ടാവും, കൊക്ക്, പിന്നെ മീൻ പിടിക്കാനിരിക്കുന്ന പക്ഷികൾ. രസമാണ്. അങ്ങനെ കാണിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. 3 ദിവസത്തേക്കുള്ള മരുന്നും കാര്യമൊക്കെ തന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക. ഈ അസുഖങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് അധികം പോവാതിരിക്കുക.